ഗൈസ്, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടുത്തെ ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും അവരവരുടെ ജോലിക്ക് പോയി, വാവച്ചി സ്കൂളിൽ പോയി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങളല്ല, സോറി, കുറേ നാളുകൾ, വർഷം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വർഷമൊക്കെ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ന് എനിക്ക് സാധിച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, കാരണം ലാഗ് അടുപ്പിക്കുന്നില്ല. അതായത് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് എനിക്ക് അതിയായ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേടി, എൻ്റെ മടി, എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവ്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. കാരണം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നന്നായി പഠിക്കണം. റോട്ടിലോട്ട് വണ്ടി ഓടിക്കുമ്പം നമ്മൾ കെയർഫുള്ളായിട്ട് ഓടിക്കണം. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ വണ്ടി ഓടിക്കുമ്പം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ പേടിയാണ് കൂടുതലും, മടിയേക്കാളും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയങ്ങളാണ് കുറേ നാളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ പോയി. അപ്പം എൻ്റെ സാഹചര്യം മൂലം ഞാൻ പഠിക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ പഠിച്ചേ പറ്റൂ, കാരണം വണ്ടി ഇവിടെ വെറുതെ കിടപ്പുണ്ട്, അത് ഓടിക്കാൻ ആരുമില്ല. അതൊന്നാമത്തെ റീസൺ. പിന്നെ വാവച്ചീനെ സ്കൂളിൽ കൊണ്ടുവിടാൻ എനിക്ക് പോകുന്നത് അതിയായ ആഗ്രഹമുണ്ട്. അത് ഞാൻ വണ്ടി ഓടിച്ച് വാവച്ചിനെ പിക്ക് ചെയ്ത് ഒക്കെ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അത് രണ്ടാമത്തെ റീസൺ. വാവച്ചി വന്നതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താ പറയുക, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളെ തന്നെ ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം, അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ പോട്ടെ. ഇപ്പം നമ്മൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് മടി പിടിച്ചിരുന്ന സംഭവം എൻ്റെ അമ്മ കാരണം ഞാനിത് ചെയ്തു ഗൈസ്. അതായത് അമ്മ ഇങ്ങനെ പുഷ് ചെയ്യും, ഡെയിലി പുഷ് ചെയ്യും, ഒന്ന് എഴുതിയെടുക്ക്, ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഞാൻ ഓർത്തു ദിവസങ്ങൾ ഇങ്ങനെ പോവാണ്, ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു എന്തായാലും ചെയ്യാൻ ഞാൻ ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ ചെയ്തേക്കാന്ന് ഓർത്തു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന മുന്നേ നമുക്ക് എന്ത് വേണം? ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസ് വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസ് എഴുതി പാസ്സായി, കിട്ടിയിരിക്കുന്നു എനിക്ക്. അപ്പം ഇനി നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള ലൈസൻസ് കിട്ടി. അപ്പം അതായിരുന്നു സംഭവം. അപ്പോൾ ലേണേഴ്സ് ലൈസൻസ് ഞാൻ എടുത്ത കാര്യം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മ, വാവച്ചി, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ നീസ്, ഇവരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഒക്ടോബർ മാസം ഈ എക്സാം എഴുതാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കേട്ടത് ഇത് ഭയങ്കര ടഫാണ്, എല്ലാവരും ഇങ്ങനെ തോക്കുന്നതൊക്കെ ന്യൂസിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതോടെ ഞാൻ അത് അവിടെ വെച്ച് നിർത്തി, പിന്നെ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ നവംബറിൽ, 2 ദിവസം മുന്നേ എഴുതിയ എക്സാം. അപ്പം ദൈവമേ, എനിക്ക് പാസ്സായി. ഞാൻ എങ്ങനെയോ പാസ്സായില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പാസ്സായി. ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ടഫായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ചിലവരൊക്കെ ഫസ്റ്റ് എക്സാമിന് ജയിക്കും, ചിലവരൊക്കെ ഫസ്റ്റ് എക്സാമിന് ഫെയിൽ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ, ദൈവം ഇത് കിട്ടുമോ ഇല്ലയോ എന്ന്, അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരണമെന്ന് അറിയത്തില്ല. പിന്നെ സമയമുണ്ട്, ഒരു ക്വസ്റ്റ്യന് 30 സെക്കൻഡ്, അതേപോലെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും പഠിച്ച് എഴുതാം, ഇത്രയും നമ്മളെ കൊണ്ട് സാധിച്ചില്ലേ, ഇതും സാധിക്കുന്നവർക്ക് നമ്മൾ അങ്ങനെ എഴുതി. എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടോ എന്തോ ഞാൻ എക്സാമിന് പാസ്സായി ഗൈസ്. അപ്പം അങ്ങനെ ലേണേഴ്സ് ലൈസൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ലേണേഴ്സ് ലൈസൻസിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് 18 മാർക്ക് എടുത്താൽ നമ്മൾ പാസ്സാകത്തുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിന് 30 സെക്കൻഡാണ്. 18 എടുത്ത് കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ എക്സാം കണ്ടിന്യൂ ചെയ്യേണ്ട. 18 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ആവും. പാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് പിന്നെ പ്രിൻ്റ് എടുത്താൽ മതി ആ സൈറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് പഠിച്ചെന്ന് വെച്ചാൽ, മറ്റേ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോൾ അവരൊരു ബുക്ക് വന്നു, അതും പിന്നെ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ആ സൈറ്റിലും പോയി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം അറിയാം. പിന്നെ ബേസിക്കലി ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അറിയാവുന്നവർക്കൊക്കെ ഈസിയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. കാരണം ഞാൻ ന്യൂസ് കേട്ടത് കൊണ്ട് ടഫാന്നൊക്കെയാണ് കേട്ടത്. അതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു എക്സാമൊക്കെ എഴുതാനായിട്ട്. അങ്ങനെ എന്തോ എഴുതി. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം
എക്സാം എഴുതാൻ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കോളും മെസ്സേജസൊക്കെ വരും. അപ്പം ജയിച്ചു കഴിഞ്ഞ് എല്ലാവരും അറിയാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പം നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ പോവുക, ആ സംഭവം പ്രിൻ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ക്ലാസ് എന്നുള്ളതൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ട് വരണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ആർക്കെങ്കിലും ലേണേഴ്സ് ലൈസൻസിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാൻ അറിയാവുന്ന കാര്യം പറയാം. ഈസിയാണ്, സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. പേടിക്കാൻ ഒരേ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നമുക്കിനി ഡ്രൈവിംഗ് സ്കൂളിൽ പോവാം. തണുത്ത ക്ലൈമറ്റാണ്, അധികം ചൂടൊന്നുമില്ല. പക്ഷെ എപ്പോൾ ആണെങ്കിലും മഴ പെയ്യാം, എൻ്റെ കുടയുമില്ല. അതാണ് ഹൈലൈറ്റ്. സോ ഞാൻ പോയിട്ട് വരാം. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബ്യൂട്ടി പാർലറിൽ വന്നു. അവിടെ നിന്ന് ഒരു ഷാമ്പു വാങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ ഷാമ്പു വാങ്ങിച്ച് വാവച്ചിക്ക് ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. വാവച്ചിയുടെ ബ്യൂട്ടി ഐറ്റംസ്, അതായത് വാവച്ചിക്ക് വള, മാല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഹെയർ ബാൻഡ്സൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഞാൻ കുപ്പിവള വാങ്ങത്തില്ല കേട്ടോ വാവച്ചിക്ക്, അല്ലാണ്ട് ഈ പൊട്ടാത്ത വളയില്ലേ അതാട്ടോ വാങ്ങുന്നത്. ദേ പോയിട്ട് തിരിച്ച് വന്നു, ലൈസൻസ് പ്രിൻ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് ക്ലാസ്സിന് പോകണം. അതാണ് മെയിനായിട്ട്. പ്രാക്ടിക്കലിന് പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പം ഞാനിപ്പോൾ ചോദിച്ചപ്പം 10 days ആദ്യം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 10 days നമുക്ക് പഠിച്ചിട്ട് നമുക്ക് കോൺഫിഡൻസ് ഒന്നും അധികം കിട്ടിയില്ലെങ്കിൽ എക്സ്ട്രാ 10 days എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനോർത്ത് ടോട്ടൽ 20 days എനിക്ക് എന്തായാലും വേണ്ടി വരും. ഞാനും അങ്ങനെ ഓർത്തു 10 ദിവസം ആദ്യം എടുത്തിട്ട് എക്സ്ട്രാ 10 ദിവസം കൂടി എടുക്കാമെന്ന് ഓർത്തു. ഒരു മാസം എനിക്ക് എന്തായാലും വേണം പഠിക്കാനായിട്ട്. സോ അങ്ങനെ അപ്പം ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അപ്പം ഇത് പഠിക്കാൻ പോവല്ലേ, അപ്പോൾ ഒരു നല്ല ദിവസം നോക്കി പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ December 1 തൊട്ട് പഠിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി അതായത് ഞാൻ ലേണേഴ്സ് ലൈസൻസ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പം ലേണേഴ്സ് ലൈസൻസിന് ഭയങ്കര ടഫാന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പക്ഷേ ഈസി ആയിട്ടാണ് തോന്നിട്ടോ. അതായത് ക്യാപ്ച ഉണ്ടാവും എക്സാം എഴുതാൻ നേരത്തെ. അപ്പം ആദ്യമൊക്കെ ഫസ്റ്റ് ഞാൻ എഴുതുന്നതിൻ്റെ മുന്നേ ഒക്കെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായതിൽ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ക്യാപ്ച ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് കേട്ടത്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്താണ് ക്യാപ്ച ഉണ്ടായത്. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ആ 10ാമത്തെ ക്വസ്റ്റ്യൻസിന് താഴെ ക്യാപ്ച ഉണ്ടാവും. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഈസി ആയിരുന്നു, 10ാമത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ക്യാപ്ച വരുന്നത്. അതുപോലെ തന്നെ ടൈമുണ്ട്. അപ്പം ക്യാപ്ച എഴുതുമ്പം നമ്മൾ ക്യാപ്സ് ലോക്ക് ഓണാക്കി വെച്ചാൽ മതി. എല്ലാം ക്യാപ്സിലാണ് വരുന്നത്. അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ സംഭവം കുറേ പഠിച്ചിട്ട് അങ്ങ് പോയാൽ മതി. എക്സാം വളരെ ഈസി ആയിരിക്കും, വേഗം ചെയ്യാൻ പറ്റും. 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പാസ്സായിട്ട് നമുക്ക് ഇറങ്ങി വരാം. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് കാറിൽ പഠിക്കണതാണ് എനിക്ക് പ്രശ്നം. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. സോ അങ്ങനെ അപ്പം ഇനി പോയിട്ട് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഇനി പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ.